പ്രവാചകനവിടെന്ന് പറയുകയാണ്, കാരുണ്യത്തിന്റെ പ്രവാചകന്. മുത്തുനബിയുടെ പേരെങ്ങനെയല്ലേ? പലരും പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്, കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പ്രവാചകനോട്, അല്ലാഹുവിന്റെ റസൂലിനോട് മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുവാൻ അവിടെന്ന് പറയുകയാ. പീഡനങ്ങളെ സഹിക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിനെ മുസ്ലിമീങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. വളരെ ക്രൂരമായ രീതിയിൽ അവിടെന്ന് പീഡിപ്പിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ, പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ സ്വഹാബത്ത് അവിടെന്ന് പറഞ്ഞു, നബിയേ അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യണേ, നബിയേ ഒന്ന് പറയൂ, നബിയേ ഞാൻ അവരെ ശപിക്കുന്നവൻ മറ്റുള്ളവർക്കെതിരെ ആയിട്ടല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെന്ന് പറയുകയാണ്, മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുവാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ശപിക്കുന്നവനല്ല, ശപിക്കുന്നവനല്ല, മറ്റുള്ളവർക്കെതിരെ ശപിക്കുന്നവനായിട്ടില്ല. എന്നിട്ടോ എന്നെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഞാൻ അവർക്കെല്ലാം കാരുണ്യമായിട്ടാണ് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ശപിക്കാൻ കഴിയുകയില്ല. ഒരാൾക്കെതിരെ ദുആ ചെയ്യാൻ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഒരാളോടും എനിക്കെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെയും എനിക്ക് ശപിക്കാൻ പറ്റൂല, ഒരാളെയും എനിക്ക് വേദനിപ്പിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇത് നമ്മുടെ നേതാവിന്റെ പ്രത്യേകതയാണ്, ഇത് നമ്മുടെ നേതാവിന്റെ പ്രത്യേകതയാണ്.